ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്നും പതിവ് പോലെ പുതിയൊരു അടിപൊളി സ്റ്റോറിയായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1980 കാലഘട്ടത്തിൽ കോട്ടയത്തൊരു ഉൾഗ്രാമത്തിൽ നടക്കുന്ന കഥയാണിത്. ഞാൻ ജോയ്. എനിക്ക് 25 വയസ്സുണ്ട്. എൻ്റെ വീട്ടിൽ അപ്പൻ സേവിച്ചൻ 52, അമ്മച്ചി റാണി 40, അനിയത്തി മിനി 22 വയസ്സ് എന്നിവരാണുള്ളത്. ഞങ്ങൾ നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്ത് അത്യാവശ്യം നന്നായി ജീവിച്ചു പോകുന്നു. ഈ കഥയിലെ നായിക എൻ്റെ അമ്മച്ചിയാണ്. ഞാൻ അമ്മച്ചിയെ വേറെ കണ്ണിലൂടെ കാണാൻ തുടങ്ങിയത് എൻ്റെ 22 വയസ്സിന് ശേഷമായിരുന്നു. ഇനി എൻ്റെ അമ്മച്ചിയെപ്പറ്റി പറയാം. നല്ല വെളുത്ത് 5.5 അടി ഉയരവും പിന്നെ നല്ല തലയും വാലും ഒക്കെയായി നല്ല അടിപൊളി ഒരു ചരക്ക്. ഞങ്ങൾ ചോളമാണ് കൂടുതലും കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. വീടിൻ്റെ പിറകിലായിട്ട് 1 ഏക്കർ വാഴത്തോട്ടവും അതിൻ്റെ പിറകിൽ 3 ഏക്കറിൽ 6 അടിയിൽ കൂടുതൽ വളർന്നു നിൽക്കുന്ന ചോളവുമായിരുന്നു ഞങ്ങളുടെ കൃഷി. 10ാം ക്ലാസ് വരെ പഠിച്ചു ഞാൻ. അപ്പൻ്റെ കൂടെ കൃഷിപ്പണിക്ക് അങ്ങ് ഇറങ്ങി. അമ്മച്ചിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് അപ്പച്ചൻ അമ്മച്ചിയെ കെട്ടിക്കൊണ്ടുവരുന്നത്. പണി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ അച്ഛൻ 2 എണ്ണം അടിച്ചിട്ടൊക്കെ വൈകി മാത്രമേ വീട്ടിൽ വരാറുള്ളൂ. ഒരിക്കലും ഓവറാവാറില്ല കേട്ടോ. അമ്മച്ചിയും ഞങ്ങളെയും പൊന്നുപോലെയാണ് അപ്പച്ചൻ നോക്കുന്നത്. അത്രയ്ക്ക് സ്നേഹമാണ് അപ്പച്ചന് ഞങ്ങളോട്. ഇനി കഥയിലേക്ക് വരാം. എൻ്റെ 22ാം വയസ്സിലാണ് ഞാൻ അമ്മച്ചിയെ ഒരു പെണ്ണായി കാണുന്നത്. അതിന് കാരണം അമ്മച്ചിയുടെ സ്വഭാവം തന്നെയാണ്. ആരെ കൊണ്ടും പറയിപ്പിക്കാതെ വീട്ടിലെ ജോലി കഴിഞ്ഞ് എന്നെ അപ്പനെയും അമ്മച്ചി വന്ന് സഹായിക്കും. ഉച്ചയ്ക്കുള്ള ഭക്ഷണവുമായിട്ടാണ് അമ്മച്ചി വരാറ്. അമ്മച്ചി കുനിഞ്ഞു നിന്ന് പണിയെടുക്കുമ്പോഴും മറ്റും അമ്മച്ചിയുടെ അവിടെയൊക്കെ ഞാൻ എപ്പോഴൊക്കെയോ ശ്രദ്ധിച്ചു തുടങ്ങി. അതിനുശേഷം ഞാൻ അമ്മച്ചിയെ ഒരു പെണ്ണായി കാണാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും എനിക്ക് അമ്മച്ചിയെ കിട്ടണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ കയറിക്കൂടി. ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും എനിക്ക് അമ്മച്ചിയോടുള്ള വികാരം അധികകാലം മറച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ശരിക്കും എനിക്ക് പ്രേമമായിരുന്നു അമ്മച്ചിയോട്. എല്ലാ വെള്ളിയാഴ്ചയും അപ്പച്ചൻ ടൗണിൽ പോകും. അമ്മച്ചിയോട് എൻ്റെ ആഗ്രഹം തുറന്നു പറയാൻ ഞാനൊരു വെള്ളിയാഴ്ച തന്നെ തിരഞ്ഞെടുത്തു. ഉച്ചയ്ക്ക് അമ്മച്ചി വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് പറമ്പിലേക്ക് വന്നു. ഞാൻ ഭക്ഷണം കഴിച്ച ശേഷം അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ജോയ്ക്കുട്ടാ? അമ്മച്ചി, എനിക്കൊരാളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആൾക്ക് എന്നെക്കാട്ടി വയസ്സ് കൂടുതലുണ്ട്. ആളെ പറഞ്ഞാൽ അമ്മച്ചി ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടും. എൻ്റെ മോൻ്റെ ഇഷ്ടമല്ലേ, നമ്മുടെ എല്ലാവരുടെയും വയസ്സൊന്നും നീ നോക്കണ്ട. അമ്മച്ചിയുണ്ട് കൂടെ. അപ്പച്ചനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. എനിക്ക് അമ്മച്ചിയായ ഇഷ്ടം. 2 വർഷമായി ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. എനിക്കിത്രയും ഇഷ്ടം ആരോടും തോന്നിയിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് ചുണ്ടിലൊരു ഉമ്മം കൊടുത്തു. അമ്മച്ചി എന്നെ തള്ളി മാറ്റി എൻ്റെ ചെകിടത്തൊരൊറ്റ അടി. ഞാൻ തെറിച്ച് ചോളത്തിനിടയിൽ പോയിട്ട് വീണു. നീ എന്താടായി ചെയ്തത്? നിൻ്റെ അമ്മച്ചിയാ ഞാൻ. നിൻ്റെ അപ്പച്ചൻ നമ്മളെ ജീവനെ പോലെയാണ് കാണുന്നത്. നിനക്ക് കാമം തോന്നാൻ വേറെ ആരെയും കിട്ടിയില്ലേ? മിനി ആയ ശേഷം നിൻ്റെ അപ്പച്ചനുമായി ഇതുവരെ എനിക്ക് അങ്ങനൊരു ബന്ധം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 20 വർഷമായി. അതിലെനിക്കൊരു പരാതിയുമില്ല. അപ്പച്ചൻ കഷ്ടപ്പെടുക ഞങ്ങൾക്ക് വേണ്ടി. പണിയെടുത്ത് ക്ഷീണിച്ച അദ്ദേഹത്തിന് അത് കഴിയാറില്ല എന്നതാ സത്യം. ഞാൻ നിനക്ക് കാലകത്തി തരണം അല്ലേ? കഴിഞ്ഞ 20 വർഷമായിട്ട് അമ്മച്ചി പരിപാടിയൊന്നുമില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും എന്തൊക്കെയോ ആയി. അമ്മച്ചി, ആരും അറിയില്ല. അമ്മച്ചിയെ ഞാൻ പൊന്നുപോലെ നോക്കാം. അവർക്ക് മുന്നിൽ നമ്മൾ അമ്മയും മാനുമാണ്. എനിക്ക് അമ്മച്ചിയെ വേണം. ഇത് കേട്ട പാടെ അമ്മച്ചി എന്നെ വീണ്ടും അടിക്കാൻ വന്നു. ഞാൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. ആ ശക്തിയിൽ അമ്മച്ചി ചോളത്തിനിടയിൽ മറിഞ്ഞു വീണു. അപ്പോൾ അമ്മച്ചിയുടെ മാക്സി മുട്ടുവരെ പൊന്തി. വെള്ളി കൊലുസിട്ട ആ വെളുത്ത കാലുകൾ എന്നെ ഹരം കൊള്ളിച്ചു. ഞാൻ അമ്മച്ചിയുടെ മേലേക്ക് ചാടി വീണ് കഴുത്തിലും മുഖത്തും ഉമ്മകൾ കൊണ്ട് മൂടി. അമ്മച്ചി എന്നെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താൻ നോക്കി. അമ്മച്ചി ബലമായി എന്നെ തട്ടിമാറ്റാൻ നോക്കി. ഞാൻ അമ്മച്ചിയുടെ 2 കൈയും പിടിച്ച് ഏറെ നേരം ബലം പ്രയോഗിച്ചു അതിര് കടന്ന് പെരുമാറി. പെട്ടെന്ന് അമ്മച്ചി ഒന്നും അനങ്ങാതെ അവിടെ കിടന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി തുടർന്ന്.
അമ്മച്ചി എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. അതിനിടയിൽ വീടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചോളത്തിൻ്റെ ഇടയിലായിരുന്നുകൊണ്ട് പുറമെ ആര് വന്നാലും ഞങ്ങളെ കാണില്ലായിരുന്നു. അമ്മച്ചി സ്ഥലകാലബോധം ഇല്ലാതെ കിടന്ന് പുലമ്പുകയായിരുന്നു. പെട്ടെന്നാണ് അമ്മച്ചി എന്നൊരു വിളി കേട്ടത്. അപ്പോഴാണ് അമ്മച്ചിക്ക് ബോധം വന്നത്. എന്നെ തള്ളി മാറ്റി മാക്സി നേരെയാക്കി അമ്മച്ചി എഴുന്നേറ്റ് നോക്കി. അപ്പോഴുണ്ട് മിനി ഞങ്ങളെ നോക്കി നടന്നു വരുന്നു. അമ്മച്ചി എന്നെ തുറിച്ചു നോക്കി ചോളത്തിൻ്റെ ഇടയിൽ നിന്നും വരമ്പിലേക്ക് കയറി. അപ്പോഴേക്കും മിനി അവിടെ എത്തി. ഞാൻ അതിൻ്റെ ഇടയിൽ നിന്നും ഇറങ്ങി പുറത്തു വരുന്നത് മിനി കണ്ടു. അമ്മച്ചി ആകെ പേടിച്ച് വിയർത്തിരിക്കുമായിരുന്നു. അവൾ ചോദിച്ചു, ഇതെന്താ അമ്മച്ചി രണ്ടുപേരും കൂടെ ഇതിൻ്റെ ഇടയിൽ നിന്നും വരുന്നത്? അവളുടെ ചോദ്യം കേട്ട് ഞാനും അമ്മച്ചിയും പേടിച്ചു. അവൾ എന്തൊക്കെയോ മനസ്സിലാക്കിയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അമ്മച്ചിയോടാ ചോദിച്ചേ, എന്നതാ ഇതിൻ്റെ ഉള്ളിൽ പരിപാടിയെന്ന്. മിനിയുടെ ചോദ്യം കേട്ട് പരിങ്ങി നിൽക്കുമ്പോൾ എൻ്റെ ഞെട്ടിച്ചുകൊണ്ട് അമ്മച്ചി പറഞ്ഞു, എൻ്റെ മോളെ, ആ ഭാഗത്ത് ചോളത്തിനൊക്കെ ഭയങ്കര വാട്ടം. എന്താണെന്ന് നോക്കാൻ ഞാൻ ഈ ചെറുക്കനെയും വിളിച്ചു പോയി നോക്കിയതാ. ഞാൻ അമ്മച്ചിയെ ഇടം കണ്ണിട്ട് നോക്കി ഒരു ചിരി കൊടുത്തു. അമ്മച്ചി എന്നെ നോക്കി പേടിപ്പിച്ചു. എന്നിട്ട് മിനിയോട് ചോദിച്ചു, എന്താടി മിനി പറമ്പിലേക്ക് വരാതെ നീ ഇന്നിവിടേക്ക്? അപ്പോൾ അവൾ പറഞ്ഞു, നമ്മുടെ മേലേത്തിൽ ഇട്ടിച്ചിൻ്റെ മകൻ്റെ കല്യാണം പറയാൻ വന്നിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അമ്മച്ചി എന്നെ നോക്കി പേടിപ്പിച്ചു. മിനിയെയും കൂട്ടി വീട്ടിലേക്ക് പോയി. ഞാൻ നേരത്തെ കടന്ന കാര്യങ്ങൾ ആലോചിച്ചു. ചോളത്തിനിടയിൽ കയറി ചിലതൊക്കെ തനിയെ ചെയ്തു. അതിലപ്പുറം എനിക്ക് ഭയങ്കര നിരാശയും സങ്കടവും തോന്നി. ഇനി ഇതുപോലെ നടക്കൂ എന്നായിരുന്നു എൻ്റെ ആശങ്ക. ഒരമണിക്കൂർ കഴിഞ്ഞ് അമ്മച്ചി തിരിച്ചു വന്നു. വന്ന പാടെ എൻ്റെ ചെകിടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ വൃത്തികേടൊക്കെ എവിടുന്ന് പഠിച്ചു? ഞാൻ നിൻ്റെ അമ്മയാണ്. ആ ബോധം പോലും ഇല്ലാതെ നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? നിനക്കെന്താടാ കാമം തലയ്ക്ക് കയറി ഒരു അറപ്പുമില്ലേ? സ്വന്തം അമ്മച്ചി ഓരോന്ന് ചെയ്യാൻ വന്നേക്കുന്നു. അമ്മച്ചി, എനിക്ക് അമ്മച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. അത് കാമം മാത്രമല്ല, എനിക്കൊരു നിമിഷം പോലും അമ്മച്ചിയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. നീ മതിയാക്കിക്കോ. ഇനി ഇതും പറഞ്ഞു വന്നാൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. ഞാൻ പോയി ചാവും. എനിക്കാകെ സങ്കടം തോന്നി. ഞാൻ മനസ്സോടെ വൈകുന്നേരമാക്കി. നേരെ പട്ടഷാപ്പിൽ പോയി ഒരു കുപ്പി പട്ടയടിച്ചു. നേരെ വീട്ടിലേക്ക് വന്നു. അപ്പച്ചൻ വെള്ളിയാഴ്ച പോയാൽ ഞായർ ഉച്ചതിരിഞ്ഞേ വരത്തുള്ളൂ. ഞാൻ അങ്ങനെ മദ്യപിക്കാത്ത കൂട്ടത്തിലായിരുന്നു. അന്ന് ഞാൻ ആടിക്കുഴഞ്ഞു വരുന്നത് കണ്ടപ്പോൾ മിനിയും അമ്മച്ചിയും എന്നെ അത്ഭുതത്തോടെ നോക്കി. ഞാൻ നേരെ ചെന്ന് കുളിച്ച് എൻ്റെ റൂമിലേക്ക് പോയി. 9 മണിയാവുമ്പോൾ മിനി ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് കിടന്നു. കുറച്ച് കഴിഞ്ഞ് അമ്മച്ചി റൂമിൽ വന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞു, മോൻ പിറകിൽ വാഴത്തോട്ടത്തിലേക്ക് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവിടെ വെച്ച് സംസാരിച്ചാൽ ചിലപ്പോൾ മിനി ഉണർന്ന അവൾ കേൾക്കും. ഞാൻ അടുക്കള വാതിൽ പതിയെ തുറന്ന് വാഴത്തോട്ടത്തിലേക്ക് പോയി. അവിടെ ഒരു മൂലയിൽ 8 അടി നീളത്തിലും വീതിയിലും കുറച്ചുയർത്തി പലക അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളുടെ അരവരെയുള്ള പൊക്കത്തിൽ. വാഴക്കുല വിളവെടുക്കുമ്പോൾ അതിൻ്റെ മുകളിലാണ് വെക്കുന്നത്. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ അമ്മച്ചി അതിൻ്റെ മുകളിൽ ഇരിക്കുമായിരുന്നു. ഒരു മഞ്ഞ കളർ മാക്സിയായിരുന്നു വേഷം. അതിൻ്റെ അടുത്തുള്ള ചായ്പിലെ നേർത്ത വെളിച്ചത്തിൽ എനിക്ക് അമ്മച്ചിയെ കാണാൻ പറ്റി. വീട്ടിൽ നിന്നോ മറ്റോ നോക്കിയാൽ വാഴയിലകൾ മറഞ്ഞ് ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ അമ്മച്ചിയുടെ അടുത്തെത്തിയപ്പോൾ അമ്മച്ചിയുടെ കണ്ണ് ചുവന്ന് കലങ്ങിയിരുന്നു. അമ്മച്ചി എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ, നീ ചെയ്ത എത്ര വലിയ തെറ്റാണെന്നറിയോ? ഒരമ്മയും മകനും ഒരമ്മയോടും ചെയ്യാൻ പാടില്ലാത്തതാ നീ ഇന്ന് എന്നോട് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി, ഇതാരെങ്കിലും അറിഞ്ഞാൽ മാത്രമേ തെറ്റുള്ളൂ. അല്ല മോനെ, നമ്മൾ എല്ലാവരെയും ചതിക്കുക. 20 വർഷമായി നിൻ്റെ അപ്പച്ചനുമായി എനിക്കൊന്നുമില്ല. ഇച്ചായന് വേറെ ഭാര്യയും പിള്ളേരും ഉണ്ടെന്നും അവരെ കാണാൻ വേണ്ടിയാ ടൗണിൽ പോകുന്നതെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല. അങ്ങേർക്ക് ഞങ്ങളെന്ന് വെച്ച അത്രയ്ക്കും ജീവനാ. അസൂയക്കാർ പറഞ്ഞുണ്ടാക്കുന്നതല്ല. അമ്മച്ചി, ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് അത്രയ്ക്കിഷ്ടം അമ്മച്ചിയെ. അപ്പച്ചൻ അമ്മച്ചിയെ പറയാൻ ഒരു ഭാര്യയായിട്ട് വേണ്ടേ? എനിക്കങ്ങനെയല്ല.
അമ്മച്ചി എൻ്റെ സ്വന്തം ആയി, എൻ്റെ പെണ്ണായി എനിക്ക് വേണം. 20 കൊല്ലം നഷ്ടപ്പെട്ട ജീവിതം എനിക്ക് തരാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ എനിക്കിനിയൊരു പെണ്ണിനെ വേണ്ട, എൻ്റെ അമ്മച്ചിയെ മതി. അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയായിരുന്നു. ഞാൻ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് മുഖത്തുമ്മ വെച്ചു. പെട്ടെന്ന് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്മച്ചി തിരിച്ചും എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ മുഖത്തൊക്കെ ഉമ്മം തന്നു. അങ്ങനെ കുറച്ചു നേരം കെട്ടിപ്പിടിച്ച് നിന്ന് ഒരു 15 മിനിറ്റിന് ശേഷം അമ്മച്ചി എന്നെ തള്ളി മാറ്റി. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ജോയ്ക്കുട്ടാ, ഇത് തെറ്റാ നമ്മൾ ചെയ്യുന്നത്. ഇല്ല അമ്മച്ചി, ഒരിക്കലും ഇതൊരു തെറ്റല്ല. ഇപ്പോൾ അമ്മച്ചി എല്ലാം ആഗ്രഹിക്കുന്നു എന്നെനിക്കറിയാം. ഇത്രയും സുന്ദരിയായ അമ്മച്ചിയെ 20 വർഷമായി തൊട്ടുപോലും നോക്കാത്ത അപ്പച്ചന് വേണ്ടെങ്കിൽ എനിക്ക് വേണം. എൻ്റെ അമ്മച്ചിയെ എൻ്റെ പെണ്ണായിട്ട്, എൻ്റെ മാത്രമായിട്ട്. മോനെ, എനിക്ക് എന്തോ പോലെ തോന്നുക. ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മിനിയുടെ കല്യാണമൊക്കെ നടക്കാനുള്ളതാ. അമ്മച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആരും അറിയില്ല. അവരുടെ മുന്നിൽ നമ്മൾ എന്നും അമ്മയും മോനും ആയിരിക്കും. അതും പറഞ്ഞ് ഞാൻ അമ്മച്ചിയെ കെട്ടിപ്പുണർന്നു. അമ്മച്ചി എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. ഞാൻ അമ്മച്ചിയെ അവിടെ ഉള്ളൊരു പലകയുടെ മുകളിൽ കിടത്തി. വാഴത്തോപ്പിൻ്റെ മറവ് ഞങ്ങൾക്കൊരു അനുഗ്രഹമായി. അമ്മച്ചി എനിക്ക് ആഗ്രഹമുള്ളതുപോലെയൊക്കെ വഴങ്ങാൻ തുടങ്ങി. അങ്ങനെ കൊടുമ്പിടി കൊണ്ടിരിക്കെ പെട്ടെന്നാണ് ഞങ്ങളെ നെറ്റിട്ടുകൊണ്ട് പുറത്ത് ബാത്റൂമിലെ ലൈറ്റ് തെളിഞ്ഞത്. ഞങ്ങൾ 2 പേരും പെട്ടെന്ന് എഴുന്നേറ്റു. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ എടുത്തിട്ട് അമ്മച്ചി നിലത്ത് കിടന്ന മാക്സി വലിച്ചിട്ട് മുടി വാരി കെട്ടി. ഞങ്ങൾ 2 പേരും ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. മിനി മൂത്രം ഒഴിക്കാൻ എഴുന്നേറ്റതായിരുന്നു. ഞങ്ങൾ അനങ്ങാതെ നിന്നു. അവൾ മൂത്രം ഒഴിച്ച് പോകാൻ കാത്തു നിന്നു. പെട്ടെന്നാണ് ഞാനത് ശ്രദ്ധിച്ചത്. അമ്മച്ചിയുടെ റൂമിലെ ലൈറ്റ് കത്തിക്കിടക്കുന്നു. അമ്മച്ചി റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തില്ലേ? അയ്യോ, ഞാനത് മറന്നു. അവൾ ലൈറ്റ് കണ്ട് റൂമിൽ കയറി നോക്കുവോ? നമ്മൾ 2 പേരും മുഖത്തോട് മുഖം നോക്കി പേടിച്ച് വിറച്ചു നിന്നു. എനിക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. ഞാൻ അമ്മച്ചിയോട് അമ്മച്ചിയുടെ പാദസരം ഒന്ന് അഴിക്കാൻ പറഞ്ഞു. അതെന്തിനാടാ? ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അമ്മച്ചി അവിടെ ഇരുത്തി ആ കാലുകളിൽ നിന്നും ഒരു പാദസരം കടിച്ചഴിച്ചു. എന്നിട്ട് ഞാൻ അമ്മച്ചിയുടെ കാലിൽ ഉമ്മ വെച്ചു. അതിനുശേഷം ഞാൻ അമ്മച്ചിയെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. അപ്പം ഇനി സെൻറ്റർ ഹാളിൽ ഇരിക്കുന്നു. ഈ 11 മണിക്ക് 2ഉം കൂടെ എവിടെ പോയതാ? അമ്മച്ചിയുടെ പാദസരം ഉച്ചയ്ക്ക് വന്നപ്പോൾ അവിടെ വീണു. അതെടുക്കാൻ പോയതാ. അത് രാവിലെ പോരെ? ഈ രാത്രി വട്ടാണോ? അമ്മച്ചിക്ക് ഇരിക്കപ്പുറതിയില്ല മനുഷ്യന്മാർ ഉറക്കം കളയാൻ എന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിൽ പോയി. മിനി അവളുടെ റൂമിൽ കയറിപ്പോയി. ഞാൻ നോക്കുമ്പോൾ അമ്മച്ചി ഹാളിൽ തന്നെയുണ്ട്. ഞാൻ നേരെ പോയി അമ്മച്ചിയെ വാരി പുണർന്നു. എന്നിട്ട് അമ്മച്ചിയെ എടുത്ത് അമ്മച്ചിയുടെ റൂമിലേക്ക് പോയി. ഡോറ് കുറ്റിയിട്ടു. മെയിൻ ലൈറ്റ് ഓഫ് ചെയ്ത് 0 ബൾബ് ഇട്ടു. അപ്പം നമ്മുടെ ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ ഞാൻ നമ്മുടെ മാർച്ചിലെ പെയ്ഡ് ടെലഗ്രാം ചാനലിലാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അത് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണം. അപ്പോൾ മെസ്സേജ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഇട്ടേക്കാം. അപ്പം ജോയിൻ ചെയ്യുക. നമുക്ക് ഉടനെ കാണാം പുതിയൊരു കഥയുമായിട്ട്. വിത്ത് ലവ്, അലീന.